അവിട്ടം, ചതയം, പൂരുരുട്ടാതി, മൂലം, പൂരാടം, ഉത്രാടം, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം 1-ാം തീയതി തിങ്കളാഴ്ച തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ്. എല്ലാ മനുഷ്യരും തന്നെ വളരെയധികം പ്രതീക്ഷയോടുകൂടി പുതിയ ഒരു മാസത്തിനെ വരവേൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ജീവിതത്തിൽ നേരിട്ട് കാണുവാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം പുതിയ ഒരു മാസത്തിൻ്റെ തുടക്കമെന്നത് മാത്രമല്ല, ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോഴും അത്രയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു ദിവസമാണ് ഇത്. അപ്പോൾ ഈ സെപ്റ്റംബർ മാസം 1-ാം തീയതി തിങ്കളാഴ്ച ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന പ്രാധാന്യമറിയിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു മാസം പിറക്കുന്ന 1-ാം തീയതി തന്നെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് അപൂർവമായ സമയങ്ങളിൽ ചില വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. അത്തരത്തിലാണ് ഈ സെപ്റ്റംബർ 1-ാം തീയതി തിങ്കളാഴ്ച തന്നെ ഈ 9 നക്ഷത്രക്കാർക്കും നവപഞ്ചമ രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ സെപ്റ്റംബർ 1-ാം തീയതി തന്നെ നവപഞ്ചമ രാജയോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന 1-ാമത്തെ രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. അതായത് ഈ നവപഞ്ചമ രാജയോഗം സെപ്റ്റംബർ 1-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്ന പല മാറ്റങ്ങളും കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള പല ദുരനുഭവങ്ങളെയും ഇല്ലാതാക്കുകയും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സഹായകമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന പല കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഓണക്കാലത്ത് പോലും ദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധികളും മനസമാധാനം നശിച്ച അവസ്ഥയുമാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. ചുറ്റുമുള്ളവർ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ ജീവിതത്തിൽ ഒരു സന്തോഷവും അനുഭവിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിലുള്ള സന്തോഷവും അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല, സാമ്പത്തികമായി നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് പോലുമുള്ള വഴി ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല ആവശ്യങ്ങളും നിറവേറ്റാനായി നിരവധി പണം ആവശ്യമായി വരുന്നുണ്ട്. അത് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാനസിക സംഘർഷം അധികരിക്കുകയാണ്. എന്നാൽ ഈ നവപഞ്ചമ രാജയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ കുംഭം രാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാരിലേക്കും വളരെ വലിയ രീതിയിലുള്ള അഭിവൃദ്ധിയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം നിലനിൽക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ കഴിയുകയും ചെയ്യും. ഇതിൽ പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസം 1-ാം തീയതി തിങ്കളാഴ്ച കുംഭം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ചില ദീർഘകാല നിക്ഷേപങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒന്നായിരിക്കും. അതോടൊപ്പം തന്നെ കുംഭം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ ചില പ്രത്യേക മേഖലകളിലുള്ള നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ചില പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും നിങ്ങളുടെ ആ കായിക മികവിനനുസരിച്ച് ഉയരങ്ങൾ കീഴടക്കുവാനുള്ള മഹാഭാഗ്യവും ഈ ഒരു സമയത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നവപഞ്ചമ രാജയോഗം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും
സ്വഭാവ രീതികളിലും വരെ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നതാണ്. അതായത് നിങ്ങൾ ചെയ്യുവാൻ മടിച്ചിരുന്നതും ഭയന്നിരുന്നതുമായ ചില കാര്യങ്ങൾ പോലും ഈ ഒരു സമയത്ത് ചെയ്യുവാനും ആരെയും ഭയക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു ദിവസം കഴിയും. ഒപ്പം തന്നെ നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള ചില ശുഭവാർത്തകളും മംഗളകാര്യങ്ങളെ പറ്റിയുള്ള സൂചനകളും വളരെ അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. ഇനി കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഏറ്റവും മികച്ച ഒരു അവസ്ഥ തന്നെയായിരിക്കും ഈ നവപഞ്ചമ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ കുംഭം രാശിയിൽ പിറന്നിട്ടുള്ള 3 നക്ഷത്രക്കാർക്കും ഈ സെപ്റ്റംബർ 1-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ചില നേട്ടങ്ങൾ വന്നു ചേരുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ദിവസം ചെയ്യുവാനിരിക്കുന്ന പല കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി തന്നെ പൂർത്തീകരിച്ചെടുക്കുവാനുള്ള യോഗവും ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമേ വേണ്ട. ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ 1-ാം തീയതി തന്നെ നവപഞ്ചമ രാജയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങൾ നേരിട്ട് വന്നിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കാണുവാനും ഈ ഒരു ദിവസം കഴിയും. അതോടൊപ്പം തന്നെ ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കലാകായിക രംഗത്ത് നിന്നും മാധ്യമരംഗത്ത് നിന്നുമെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ കലാകായിക രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ ആണെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ അതിൽ പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി അതുപോലെ തന്നെ ഈ നവപഞ്ചമ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള ധനുരാശിക്കാരുടെ കുടുംബ ബന്ധങ്ങളിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ദിവസം നടക്കും. അതായത് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് ചില കാര്യങ്ങളെപ്പറ്റി തീരുമാനമെടുക്കുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുകയും പരസ്പരം വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും നിങ്ങളുടെ കുടുംബത്തിനും കഴിയും. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന കുടുംബങ്ങളാണെങ്കിൽ പോലും ഈ നവപഞ്ചമ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ അതിനെല്ലാം ഒരു പരിഹാരമുണ്ടാവുകയും ചെയ്യും. ഇനി അതുപോലെ എടുത്തു പറയേണ്ട കാര്യം, കുംഭം രാശിക്കാരായിട്ടുള്ള വിവാഹ തടസ്സം നേരിട്ടിരുന്ന വ്യക്തികൾക്കൊക്കെ ഈ 1-ാം തീയതി തന്നെ നവപഞ്ചമ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ വിവാഹ തടസ്സം നീങ്ങി ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ നിങ്ങളുടെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മംഗളകരമായ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. പൊതുവെ കുംഭം രാശിക്കാരിൽ ഈ സെപ്റ്റംബർ മാസം 1-ാം തീയതി എന്തെന്നില്ലാത്ത സന്തോഷവും വളരെയധികം മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് വരുന്ന കുംഭം രാശിക്കാർക്ക് പോലും മികച്ച ഒരു ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയുകയും നിങ്ങൾക്ക് ആരോഗ്യത്തോടെ തന്നെ പുതിയ ഒരു മാസത്തിന് തുടക്കം കുറിക്കുവാൻ കഴിയുകയും ചെയ്യും. ഇനി ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ചിന്തിച്ച് മനസ്സ് വിഷമിക്കേണ്ട ഒരാവശ്യവും ഈ ഒരു സമയത്ത് വരില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടത്തുവാനുള്ള സാമ്പത്തിക വഴികൾ ഈ പ്രപഞ്ചശക്തിയുടെ കടാക്ഷം കൊണ്ട് നിങ്ങളിലേക്ക് അനായാസം വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഈ നവപഞ്ചമ രാജയോഗത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. കർമ്മമേഖലയിലാണെങ്കിലും
ഒരു മേൽഗതി കാണുവാൻ ആഗ്രഹിക്കുന്നവർക്കും സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഇത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന സമയമായിരിക്കും. അതായത് ഈ രാജയോഗം നിങ്ങളിലേക്ക് എത്തുന്നതോടെ ഒരു രാജാവിനെ പോലെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുവാനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം ഫലത്തിൽ വ്യക്തമാണ്. ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ മാസം 1-ാം തീയതി തിങ്കളാഴ്ച നവപഞ്ചമ രാജയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വളരെയധികം ഭാഗ്യക്കേടിലൂടെയും ജീവിതത്തിൽ പരാജയങ്ങളിലൂടെയും മാത്രം പോയിക്കൊണ്ടിരുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ജീവിതം മാറിമറിയുന്ന ഒരു സമയമായിരിക്കും. അതായത് ഈ നവപഞ്ചമ രാജയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ ഒരു ഉയർച്ച കാണുവാൻ നിങ്ങളാൽ കഴിയുകയും നിങ്ങളുടെ കുടുംബം ഒരു പുരോഗതിയിലേക്ക് എത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങളിൽ സൃഷ്ടിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, പല വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹവും ലക്ഷ്യബോധവും ഉണ്ടായിട്ട് പോലും ഇതുവരെ എത്തിപ്പെടുവാൻ കഴിയാത്ത ചില ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സ്വപ്നത്തെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാത്ത വിധം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം, നവപഞ്ചമ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നതോടെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ എല്ലാ തടസ്സങ്ങളും മറികടന്ന് പൂർത്തീകരിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ. അതായത് ജോലി ഉണ്ടെങ്കിൽ പോലും സമാധാനത്തോടെ ജോലി ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു മുക്തി നേടുവാനും ചില വ്യക്തികൾക്ക് മറ്റൊരു ജോലിയിലേക്ക് തന്നെ പ്രവേശിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ഇനി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലാകട്ടെ നിധി പോലും കൈവരുന്ന തരത്തിലുള്ള സൗഭാഗ്യമാണ് നിങ്ങളിൽ നിലനിൽക്കുന്നത്. അത്രയേറെ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ സെപ്റ്റംബർ 1-ാം തീയതി നവപഞ്ചമ രാജയോഗം സിദ്ധിക്കുന്നതോടെ ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെ സന്താനയോഗമില്ലാതെ വളരെയധികം മനസ്സ് നേറി കഴിയുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ സെപ്റ്റംബർ 1-ാം തീയതി കഴിയുന്നതോടെ നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം കൈവരുന്ന തരത്തിലുള്ള സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകും. പൊതുവെ ആരോഗ്യ കാര്യത്തിലും വൃശ്ചികം രാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇതോടെ കൈവരുന്നത്. ഇനി അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പുതിയ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ വരുത്തുവാനും നിങ്ങൾ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതുമായ തരത്തിലുള്ള ഒരു ലാഭം നേടിയെടുക്കുവാനും കഴിയുന്ന സമയം കൂടിയായിരിക്കും ഇത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും സെപ്റ്റംബർ 1-ാം തീയതി നവപഞ്ചമ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിന് തന്നെ വളരെ വലിയ ഒരു വഴിത്തിരിവായിരിക്കും ഉണ്ടാകുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.